ഈ ആത്മാക്കളുടെ സാന്നിധ്യം വരുമ്പോൾ നമുക്കതിനെ എങ്ങനെ അതിജീവിക്കാൻ പറ്റുന്നത്? അതിനു മുമ്പ് പൊതുവേ നമ്മുടെ ചാനലിൻ്റെ അകത്ത് എനിക്കിത്തിരി വേഗത കൂടുതലാണെന്നും പറഞ്ഞൊരു കമൻറ്റ് പല പ്രേക്ഷകരും പറയാറുണ്ട്. എനിക്ക് വേഗത വളരെ കുറച്ച് പറയാൻ അറിയാം. പക്ഷേ നമ്മളൊരു നിങ്ങളുടെ സമയം ഭയങ്കര വിലപ്പെട്ട, ഈ കാണുന്ന ആളുകളുടെ ഓരോ സമയം വളരെ വിലപ്പെട്ടതാണ്. നമ്മളിതിനിങ്ങനെ വലിച്ചു നീട്ടി വളരെ പതുക്കെ പറയുമ്പോൾ പല ആളുകൾക്കും അത് കേട്ടിരിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അവർ ജീവിതത്തിൻ്റെ തിരക്കിനിടയിലായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ വേഗതയിൽ പറയുന്നത്. നമുക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ആത്മാക്കളുടെ സാന്നിധ്യം വന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസികമായ പ്രശ്നങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റാണ്. മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ഈ ആത്മാക്കളുടെ സാന്നിധ്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് പേടിക്കാൻ കാരണം? വളരെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ നമ്മുടെ പേരൻസ് നമ്മളെ പേടിപ്പിക്കാനോ നമ്മൾ രാത്രി പുറത്തോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ പ്രേതക്കഥകളോ പിശാചിൻ്റെയോ യക്ഷിയുടെയൊക്കെ കഥകൾ പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ച് വെച്ചൊരു കാലഘട്ടമുണ്ട്. ഇവരുടെ നമ്മുടെ അച്ഛനും അമ്മയും അവരുടെ മുൻപത്തെ കാലഘട്ടം ഇതിൽ സിവിയറായിട്ട് പേടിപ്പിച്ചാണ് അവർ വെച്ചിരുന്നത്. ഈ ഫിയർ എന്ത് പറ്റും? ഈ ഭയം പിന്നീട് ഇതൊരു ഭയങ്കര വലിയൊരു ഫിയർ ഫാക്ടറായിട്ട് ജനറേറ്റ് ചെയ്ത് നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മയും നമ്മുടെ ചിന്തകളെ നമ്മുടെ രാത്രി സഞ്ചാരവും തുടങ്ങിയ എല്ലാ കാര്യങ്ങളെയും നമ്മളെ കയറി ബാധിക്കാൻ തുടങ്ങും. ഇങ്ങനെ പേടി തട്ടിയ കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഒരിക്കലും സ്റ്റേജ് പെർഫോമൻസ് ചെയ്യാനോ മറ്റുള്ളവരുടെ പബ്ലിക്കിൽ നിന്ന് സംസാരിക്കാനോ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യാനോ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല. കാരണം എന്താ, ഫിയർ എന്ന് പറയുന്നത് ഇവരെ ഒരു കാര്യം നിരന്തരം ചെയ്യാതിരിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു മെത്തേഡായിട്ട് മാറും. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഈ ഹൊറർ സ്റ്റോറീസുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ. അപ്പോൾ എന്ത് പറ്റും? സ്ഥിരമായിട്ട് ഇവർക്കൊരു പ്രവൃത്തി ചെയ്യാൻ പറ്റില്ല. സ്ഥിരമായിട്ടൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് പരാജയങ്ങൾ നമുക്ക് സംഭവിക്കും. കാരണം എന്താ, നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ സ്ഥിരമായി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. ഓക്കെ, ഞാനിത് എന്തിനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ പ്രേതാനുഭവങ്ങളും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ആത്മാക്കളുടെ സാന്നിധ്യവും ഒറിജിനൽ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള നമ്മുടെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഭവങ്ങൾ റിഫ്ലക്റ്റഡ് ആയിട്ട് വരും. ഒരു പ്രേത സിനിമ കാണുമ്പോഴോ ഒരു എന്തെങ്കിലും നെഗറ്റീവായ കാര്യങ്ങൾ കാണുമ്പോഴൊക്കെ നമ്മൾ ഇതിലോട്ട് കണക്ട് ചെയ്യും. പക്ഷേ ഒരു 30-40% ആളുകൾക്കും ഇത് വളരെ റിയലായിട്ട് സംഭവിക്കും. അതായത് രാത്രി സമയങ്ങളിൽ ഒരു ഷാഡോ പോലെ സംഭവിക്കുക, സൈഡിൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നുക, സംസാരിക്കുന്ന പോലെ തോന്നുക, ഒരു ഭയങ്കര സ്മെല്ല് തോന്നുക, ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ മറ്റാരും നമ്മളോട് സംസാരിക്കുന്ന പോലെ തോന്നുക, തുടങ്ങിയിട്ടുള്ള ഓരോ ആളുകൾക്കും ഓരോ വ്യത്യസ്തമായ തരത്തിലുള്ള അനുഭവങ്ങളാണ് എപ്പോഴും സംഭവിക്കുന്നത്. ഈ അനുഭവങ്ങൾ വന്നു കഴിയുമ്പോൾ ഒരു വട്ടം വന്നാൽ നമ്മുടെ തെറ്റുകാരുടെയാണ് നമുക്ക് തോന്നിയതെന്ന് ചിന്തിക്കും. 2-3 വട്ടങ്ങൾ മുകളിൽ ഇത് വന്നു കഴിഞ്ഞാൽ അവർ പാനിക്കാവാൻ തുടങ്ങും. മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പാനിക്കാവാനോ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം അതിനകത്തില്ല. കാരണം ഈ ലോകത്ത് ഒരു സോളുകളും ഒരു മനുഷ്യനെ കൊന്നതായിട്ട് നമുക്കറിയില്ല. കൊല്ലുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്ത് നമുക്കറിയില്ല. ഉപദ്രവങ്ങൾ വരുന്നുണ്ട്, പക്ഷെ അത് ഞാനീ പറയുന്ന സെഗ്മെൻറ്റിലല്ല. സോൾ എന്ന് വിളിക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഏകദേശം ഒരു 20-30-40 സെഗ്മെൻറ്റുകളിലാണ് ഈ സോൾ എന്ന് പറയുന്ന സോൾ പ്രസൻസ്, നെഗറ്റീവ് ഇഷ്യൂസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സെഗ്മെൻറ്റുകളിലാണ് ഇത് പെട്ടുക്കുന്നത്. എന്താണെന്ന് പറയാൻ കാരണം, ചില ആത്മാക്കൾ, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയി. അവിടെ ഒരു ക്ലെൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് പോയതാണ്. വേറെ ഒന്നുമില്ല, ബാധാശല്യമാണ്, പ്രേതബാധയാണ് ആ വീടിൻ്റെ അകത്ത്. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രമേ വീട്ടിൽ പോകാറുള്ളൂ. അല്ലാതെ സമയം ഞാൻ വീടുകളിലോട്ടുള്ള ദർശനങ്ങളൊന്നും കൊടുക്കാറില്ല. ഞാൻ ചെന്ന് കഴിയുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? വളരെ വീക്കായിട്ടുള്ള ഒരു പ്രായമായ ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം ആ വീടിൻ്റെ അകത്തുണ്ട്. എന്താ സംഭവിക്കുന്നത് അവിടുത്തെ? അങ്ങനെ ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം, ഞാൻ ഇതിൻ്റെ സോളുകൾക്ക് ഒരുപാട് ഡയമെൻഷൻ ഉണ്ടെന്ന് പറയുന്നതിൽ ഒരു ഡയമെൻഷനാണ് പറയുന്നത്. ഈ വളരെ പ്രായമായ ചെന്ന സോൾ എന്ന് പറയുന്നത് നേച്ചറാണ് പറയുന്നത്. അതായത് സോളിന് പ്രായമായി എന്നല്ല ഞാൻ പറയുന്നത്. ആ സോളിൻ്റെ ആ നെഗറ്റീവായ എനർജിയുടെ നേച്ചർ എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുക, ശല്യപ്പെടുത്തുക, ഒരു തലവേദന ഉണ്ടാക്കുക, ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുക. അതായത് പ്രായമായ ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടായാൽ എങ്ങനെ ഉണ്ടാവും? ഇറിറ്റേറ്റഡ് ആയ പ്രായമായ ആൾക്കാർ, അതേ നേച്ചറാണ് ആ വീടിൻ്റെ അകത്ത് സംഭവിക്കുന്നത്. എനർജി വേരിയേഷൻ. അതായത് ഞാൻ അവിടെ ചെന്നിരുന്ന് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് പ്രോസസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത് നേരെ എൻ്റെ റൂമിലോട്ട് പോയി. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായി റൂമിൻ്റെ അകത്തുണ്ടെന്ന്. ഞാൻ ആ വ്യക്തിയോട് റൂമിൻ്റെ അകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞു, ഡിസ്റ്റർബ് ചെയ്യാന്ന് പറയാൻ. ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. അത് കഴിഞ്ഞ് നേരെ ഇപ്പുറത്തെ റൂമിലോട്ട് മാറി. അതായത് നമ്മുടെ പ്രസൻസ് എല്ലാം ഇവിടെ ചെല്ലും, നമ്മളിത് ലോക്ക് ചെയ്ത് കളയും. നമുക്ക് ആത്മാവിനെ നശിപ്പിക്കാനൊന്നും പറ്റില്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ആ വീടിന് പ്രൊട്ടക്ഷൻ കൊടുക്കാം. അവരിനി ആ വീട്ടിലോട്ട് കടന്നു വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. പക്ഷേ ഇവരുടെ ചില മിസ്റ്റേക്കുകൾ സംഭവിച്ചു കഴിയുമ്പോൾ അത് വീണ്ടും തിരിച്ചു വന്ന് ഇതേ ബുദ്ധിമുട്ട് അവർക്ക് വീണ്ടും ഉണ്ടാക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ലക്ഷണങ്ങൾ ആ വീടിനകത്ത് കാണിക്കാൻ തുടങ്ങും. അത് 2-3 ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെയും പഴയതുപോലെയാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇറിറ്റേറ്റഡ് ആയ സോളുകൾ ഇവരൊന്നും ചെയ്യില്ല നമ്മൾ. പക്ഷെ നമ്മളെപ്പോഴും പേടിപ്പിച്ച്, നമ്മളെപ്പോഴും ടെൻഷൻ അടിപ്പിച്ച്, നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ കയറി മുടക്കം വരുത്തി, നമ്മളെ നെഗറ്റീവ് അടിപ്പിച്ച് നമ്മളിങ്ങ് ഡിപ്രഷനൊക്കെ കളയും.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ അതിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ അടുത്ത ഘട്ടങ്ങൾ 3, 4, 5, 6 ഘട്ടങ്ങൾ കഴിഞ്ഞിട്ട് വരുന്ന സോളുകളുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുത്ത് അലക്കി കളയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപദ്രവിച്ച് കളയും. അതായത് വണ്ടി ആക്സിഡൻറ്റ് വരുത്തുക, നമുക്ക് സൂയിസൈഡ് ടെൻഡൻസി വരിക, നമ്മൾ മരിക്കാൻ ശ്രമിക്കുക, നമ്മൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുക എന്ന് വേണ്ട. നമ്മൾ എത്രത്തോളം ഒരാൾ നമുക്ക് ജീവിതം നശിപ്പിക്കാൻ പറ്റുന്നോ അത്രത്തോളം അഗ്രസീവായിട്ട് പോകും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ വ്യക്തിയും അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയും ആ വ്യക്തിയുടെ പെർമിഷൻ ഉണ്ടായിട്ട് ആ വ്യക്തിയെ സ്വാധീനിക്കുന്ന സോളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലക്ഷ്മി വിചാരിക്കുക, എനിക്കൊരു സോൾ വേണം, ആ സോൾ വേണ്ടി ഞാൻ ഭയങ്കര കണക്റ്റഡാണ്, ആ സോൾ എന്ത് പറഞ്ഞാലും എനിക്ക് ഇഷ്ടമാണ്, കാരണം കിടന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിലൊരു ബന്ധം ഉണ്ടായെന്ന് വിചാരിക്കാം, ഒരു കണക്ഷൻ വന്നു എന്ന് വിചാരിക്കാം. ഇനി ആര് വിചാരിച്ചാലും ലക്ഷ്മിനെ പുറത്തോട്ട് കിടത്താൻ പറ്റില്ല. കാരണം ലക്ഷ്മിക്ക് താല്പര്യമില്ല, ലക്ഷ്മി അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന പല മനുഷ്യരും അവരുടെ അനുവാദത്തോടെയാണ് അവരുടെ കൂടെ സോളുകളുടെ പ്രസൻസ് വരുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ ഇപ്പോൾ വീട്ടുകാർ പറയുമ്പോൾ ലക്ഷ്മിയുടെ ഏതൊരു വീട്ടുകാർ പറയാം ലക്ഷ്മിക്ക് ഒരു പ്രശ്നമുണ്ട് മാറ്റണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ലക്ഷ്മിക്ക് താല്പര്യമുണ്ട്, ലക്ഷ്മി അത് എൻജോയ് ചെയ്ത് തുടങ്ങി, ലക്ഷ്മി അത് ഇഷ്ടപ്പെട്ടു തുടങ്ങി. കാരണം എന്താ, ഒരു പ്രത്യേക പവർ വരാം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നടക്കുന്നു, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നു, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നു, നമുക്കൊരാളെ തകർക്കാൻ പറ്റുന്നു, നെഗറ്റീവ് പറയാൻ പറ്റുന്നു. അധികാരം വന്നു കഴിയുമ്പോൾ നമ്മുടെ മനോഭാവം മൊത്തം ചേഞ്ച് ആവും. അധികാരം, സ്പിരിച്വലായിട്ടുള്ള അധികാരം എന്ന് പറയുന്നത് ഇതാണ്. ആരുടെ കയ്യിലാണോ ഇത്തരത്തിലുള്ള എനർജി ഇരിക്കുന്നത് അവർ ഭയങ്കര നെഗറ്റീവായി വന്നിട്ടുണ്ട്, അവർ ഭയങ്കര അഹങ്കാരികളായി മാറും. നമ്മളൊന്നും പറഞ്ഞ് കേൾക്കില്ല, അവരെടുക്കും, അവർക്കറിയാം ഇത് പോകില്ല എന്ന്, സോളിനും അറിയാം ഇത് പോകില്ല എന്ന്. ഇത് ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷനാണ്. നമ്മുടെ അടുത്ത് വരുന്ന പല കേസുകളും ഇത്തരത്തിലുള്ള അവരുടെ പെർമിഷൻ മോഡ് നിൽക്കുന്ന കേസുകളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സോളുകളുടെ സാന്നിധ്യങ്ങൾ നിങ്ങൾക്ക് വരികയോ നിങ്ങൾക്ക് അനുഭവപ്പെടുകയോ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരികയോ ചെയ്തു കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, നമ്മളിത് ഉപദ്രവിക്കില്ല. രണ്ടാമത്തെ ഘട്ടം, നിങ്ങളുടെ സ്പിരിച്വലായിട്ടുള്ള എനർജി വളരെ വീക്കാണ്. സ്പിരിച്വലായിട്ടുള്ള എനർജി വളരെ വീക്കാന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓടിപ്പോയിട്ട് പള്ളിയിലോ അമ്പലത്തിലോ പോയി പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടല്ല പറയുന്നത്. സ്പിരിച്വലായിട്ടുള്ള കണക്ഷൻ, അതായത് ഈശ്വരനുമായിട്ടുള്ള കണക്ഷൻ നിങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറുമെന്നോ നിങ്ങളുടെ ദുരിതങ്ങൾ മാറുമെന്നോ ഒന്നുമല്ല പറയുന്നത്. അതാ സ്പിരിച്വാലിറ്റിയിൽ ആ സാധനം ഇല്ല. മനസ്സിലാക്കൂ, ഈ ഭൂമിയിൽ ഈ ശരീരം ആര് തന്നതാണ്? ഈശ്വരൻ തന്നത്. നമ്മൾ പണിയെടുക്കുന്ന പണം ആര് സൃഷ്ടിച്ചതാ? ഈശ്വരൻ സൃഷ്ടിച്ചത്. കറക്കുന്ന പാല്, പൂക്കൾ, നമ്മൾ എന്തെല്ലാമാണോ നമ്മൾ ഈശ്വരന് വേണ്ടി കൊടുക്കുന്നത്, ഇതെല്ലാം ആര് സൃഷ്ടിച്ചതാണ്? ഇതെല്ലാം ഈശ്വര സൃഷ്ടിയാണല്ലോ. ഒരു പൂക്കൾ പോലും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല, നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവുമില്ല. അങ്ങനെയെങ്കിൽ ഈ ഈശ്വര സൃഷ്ടിച്ചിരിക്കുന്ന വസ്തുക്കളെല്ലാം പറക്കിയെടുത്ത് നമ്മൾ അമ്പലങ്ങളിലോ പള്ളിയിലോ കൊണ്ടുപോയി കൊടുത്തിട്ട് ഞാൻ തന്നില്ലേ, അല്ലെങ്കിൽ ഞാൻ പണിയെടുത്ത് കൊണ്ട് പൈസ തന്നില്ലേ എന്ന് പറയുന്നതിൽ എന്താ ലോജിക്ക്? അതിൻ്റെ അകത്ത് അത് നമ്മുടെ അല്ല. അത് ഈ ഭൂമിയിൽ കാണുന്ന ഒന്നും നമ്മുടെ അല്ല. നമ്മുടെ ആയിട്ട് എന്താ ഉള്ളത്? നമ്മുടെ ഉള്ളിലെ പ്രണയമാണ്, നമ്മുടെ ഉള്ളിലെ സ്നേഹമാണ്, ആ ഭഗവാനോട് നമ്മൾ കൊടുക്കുന്ന സ്നേഹമാണ്. അതാണ് പൂക്കൾ. അതായത് വല്ല സ്ഥലത്ത് നിൽക്കുന്ന പൂക്കളും പറിച്ചിട്ട് അല്ലെങ്കിൽ വല്ലോടത്ത് നിൽക്കുന്ന ആനേനും പിടിച്ച് ചങ്ങലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ദേവീനെ കയറ്റിയിരുത്തി, അതല്ലാതെ നമ്മൾ ഇത്തരത്തിലുള്ള പടക്കങ്ങളും പൊട്ടിച്ച് പൂക്കളും വിതറി പാലും വിതറി, ഇതെല്ലാം ഈശ്വര സൃഷ്ടിയാണ്. അതായത് ലക്ഷ്മിയുടെ വീടിൻ്റെ മുന്നിൽ കുറേ പൂക്കൾ കഷ്ടപ്പെട്ട് ചെടികൾ വളർത്തി, എന്നിട്ട് നാട്ടുകാരെല്ലാവരും അതിൽ നിന്ന് പൂക്കൾ പറിച്ചിട്ട് ലക്ഷ്മിക്ക് കൊണ്ടുതരാം. എന്നിട്ട് ലക്ഷ്മിയോട് പറയാം, നമ്മളെ പ്രാർത്ഥന കേൾക്കണം കേട്ടോ, എന്നെ ഒന്ന് സഹായിക്കണം, ഞാൻ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിലാണ്. ലക്ഷ്മിക്ക് എന്ത് തോന്നും? നിനക്കൊക്കെ പ്രാന്താണോ? ഞാൻ നട്ട് വളർത്തിയ എൻ്റെ പൂക്കളും എൻ്റെ മരങ്ങളും എൻ്റെ വസ്തുക്കളും എല്ലാം കൂടി നീ എനിക്കെന്തിനാ കൊണ്ടുതരുന്നത്? നിൻ്റെ കയ്യിൽ എന്തുണ്ട് സ്വന്തമായിട്ട്? ഒന്നുമില്ലല്ലോ. നമ്മുടെ കയ്യിൽ എന്തുള്ള സമയം, നമ്മുടെ മനസ്സ്, അത് പറ്റൂല. കാരണം എന്താ, നമുക്ക് ആവശ്യമില്ലാത്ത ഇത്തരത്തിലുള്ള മെറ്റീരിയലിസ്റ്റിക്കായിട്ട് സാധനങ്ങൾ കൊണ്ടുകൊടുത്ത് നമ്മളത് ഈ പതയുണ്ടല്ലോ, ഈ സോപ്പിട്ട് പതപ്പിക്കുന്ന പരിപാടി നമ്മൾ ദൈവങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തികളാണ്. അതെല്ലാം മാറ്റി വയ്ക്കണം. ഇതൊന്നും വേണ്ട. നമ്മുടെ ഉള്ളിലെ സ്നേഹം നമുക്ക് പൂക്കളായി കൊടുക്കാം, ഉമ്മയായി കൊടുക്കാം, നമുക്ക് കെട്ടിപ്പിടിക്കാം, നമുക്ക് ചന്ദനമാക്കി മാറ്റാം. നമുക്ക് നമ്മുടെ ചിന്തകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് കാൽപ്പാദത്തിൽ സമർപ്പിക്കുന്നു അതാണ് സമർപ്പണം. ആ സമർപ്പണത്തിനൊപ്പം നമ്മുടെ ഭക്തിയും നമ്മുടെ സ്നേഹവും എല്ലാം ഉണ്ട്. മറു സൈഡിൽ അപ്പോൾ പ്രശ്നങ്ങൾ മാറോ? ഇല്ല. പല ആളുകൾക്കും സംഭവിക്കുന്നൊരു പ്രശ്നമാണ്, ഇത്ര സ്പിരിച്വൽ അല്ല, എന്തുകൊണ്ടത്തെ പ്രശ്നങ്ങൾ മാറാത്തത്? അങ്ങനെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ടല്ല സ്പിരിച്വൽ ആവുന്നത്. ജനനം തൊട്ട് മരണം വരെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ സോർട്ട് ഔട്ട് ചെയ്യാനാണ് സ്പിരിച്വാലിറ്റി ആവുന്നത്. സ്പിരിച്വൽ ലൈഫ് നമ്മളോട് കിടക്കുന്നത്. കാരണം ഇനി അങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാവും, ഇനി അങ്ങോട്ടും ദുരിതങ്ങളുണ്ടാവും, ഇനി അങ്ങോട്ടും ഓരോ പ്രശ്നങ്ങൾ നമ്മൾ അതിജീവിക്കേണ്ടി വരും. ഈ അതിജീവനത്തിൻ്റെ ഇടയിൽ നമ്മൾ തകർന്ന് പോവാതിരിക്കണമെന്നുണ്ടെങ്കിൽ, കാരണം ചുറ്റും നിൽക്കുന്ന ആൾക്കാർ എത്ര നാൾ കൂടെ നമ്മളുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു പവർ എന്താ? അൾട്ടിമേറ്റ് ഈ പറഞ്ഞ ഈശ്വര സങ്കല്പം മാത്രം. ആ സങ്കല്പം നമ്മൾ സംരക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് എല്ലാ മനുഷ്യരും പോകുന്നത്. എന്ന് പറഞ്ഞാൽ ധാരണയാണ്, ആ കോൺഫിഡൻസ് ആണ്. ഈശ്വരൻ എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും,
കോൺഫിഡൻസ് ആണ്. എന്തും ചെയ്യാം, എനിക്കൊന്നും പറ്റില്ല, എനിക്കൊന്നും സംഭവിക്കില്ല. അൾട്ടിമേറ്റ് ഞാൻ എത്രത്തോളം ദുരിതത്തിൽ പോയാലും അവിടെ നിന്ന് തിരിച്ച് വരാൻ, അല്ലെങ്കിൽ എന്നെ തിരിച്ച് കൊണ്ടുവരും. അത് ഒരിക്കലും ഒരു മരണത്തിലോട്ട് പോവില്ല, അല്ലെങ്കിൽ ഏറ്റവും നശിച്ചു പോവില്ല എന്ന് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു വിശ്വാസമാണ്. ആ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ നിന്ന് മാത്രമേ നമ്മളെ രക്ഷിക്കുള്ളൂ. അതല്ലാതെ പ്രശ്നം തുടങ്ങി എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച്, പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച പ്രശ്നങ്ങൾ മാറില്ല. നിങ്ങൾ ആ പ്രശ്നങ്ങളിലൂടെ തന്നെ പോകണം. പ്രശ്നങ്ങൾ നമുക്കുണ്ടാക്കി തരുന്ന ചിന്തകളും നമ്മുടെ കോൺഫിഡൻസും വേറെ ലെവലിലാണ്. ആ പ്രശ്നത്തെ സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഓക്കെ, നമുക്ക് ഇത്തരം കഴിവുകളുണ്ട്, നമുക്കിത് മാറ്റാൻ പറ്റുന്നുണ്ട്. തെറ്റായ വിശ്വാസങ്ങൾ, തെറ്റായ കൺസെപ്റ്റുകൾ, തെറ്റായ രീതികൾ നമ്മളെ മൊത്തത്തിൽ കുഴച്ച് കളഞ്ഞു. സ്പിരിച്വാലിറ്റിനെ പറ്റിയിട്ട് ഒന്നും അറിയാത്ത നമ്മുടെ പാരൻസാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. ഇവർ കേട്ടിരിക്കുന്ന വാമൊഴി കഥകളും ഇവർ കേട്ടിരിക്കുന്ന ഈ വലിയ വലിയ ഫാൻറ്റസി കഥകളൊക്കെ കലർത്തി നമുക്ക് ഇവർ കോരി ഒഴിച്ച് തന്നു. ഇതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു. എന്നാൽ അവർ സ്പിരിച്വലാണോ? വാ തുറന്ന തെറിയും, വാ തുറന്ന വൃത്തികേടുകളും, വാ തുറന്ന ഒച്ചപ്പാടും ബഹളവും, സമാധാനമില്ല, സന്തോഷമില്ലാത്ത ഈ മനുഷ്യരിരുന്നിട്ട് കുഞ്ഞുങ്ങളോട് സ്പിരിച്വാലിറ്റി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. അവർക്ക് സ്പിരിച്വാലിറ്റിയായിട്ട് ഒരു ബന്ധമില്ല. കാരണം എന്താ, സ്പിരിച്വാലിറ്റി പറയാൻ, സ്പിരിച്വൽ ആവാന്ന് പറയുന്നത്, പറയുക എന്ന് പറയുന്നത് ഭയങ്കര ആവേശപരമായ കാര്യമാണ്. നമ്മൾ അങ്ങനെയാണ്, നമുക്ക് ഇങ്ങനെയാണ്, നമുക്ക് അങ്ങനെ ചെയ്യാം, നമുക്ക് ഇങ്ങനെ ചെയ്യാം, ദൈവം ഇപ്പം ഇറങ്ങി വരും, നിന്നെങ്ങനെ രക്ഷിക്കുന്ന പോലെ. എന്നാൽ പുള്ളിയാണ് ഇതൊക്കെ കഴിഞ്ഞാൽ എന്താ, അതായത് കുരിശിൻ്റെ, ജീസസ് ക്രൈസ്റ്റിൻ്റെ കാൽപാദം മുത്തിയിട്ട് തിരിഞ്ഞ് നോക്കി തെറി പറയുന്ന ആൾക്കാരെ എനിക്കറിയാം. ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് 45 മിനിറ്റ് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നതോ അല്ലെങ്കിൽ രാവിലെ ഒരു അരമണിക്കൂർ അമ്പലത്തിൽ പോയി നിൽക്കുന്നതോ അല്ല. അതല്ല സ്പിരിച്വാലിറ്റി. നിങ്ങൾ അങ്ങോട്ടൊന്നും പോകുന്നു വേണ്ട, പോണേന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അപ്പം ഞാൻ വളരെ സ്പിരിച്വലാണെന്ന് പറഞ്ഞ് കളഞ്ഞേക്കരുത്. കാരണം എന്താ, ഇതൊക്കെ നമ്മുടെ വായനക്ക് നമ്മുടെ സ്വഭാവം പോലെ ഇരിക്കും. ഈ സാധനം നമ്മൾ സ്പിരിച്വലാണല്ലോ. ശരിക്കും നിങ്ങൾ സ്പിരിച്വൽ ആവണ്ട, സമാധാനമായിട്ട് ഇരുന്നാൽ മതി. സമാധാനമായിട്ട് ഇരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സ്പിരിച്വാലിറ്റി. ഈ സമാധാനമില്ലാത്തൊരവസ്ഥയിലോട്ട് നമ്മളെ കൊണ്ടുപോയി നമ്മൾ നയിക്കുകയും ചെയ്യുന്ന കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, പറഞ്ഞു തന്നതാണ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ, ഇത്തരത്തിലുള്ള പ്രേതാനുഭവങ്ങൾ, നെഗറ്റീവായ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി ഡൗൺ ആണ്. നിങ്ങൾ എനർജിയെ ഡെവലപ്പ് ചെയ്യുക, കൃത്യമായ പ്രോസസ്സുകൾ എടുക്കുക, കൃത്യമായ മെഡിറ്റേഷൻ എടുക്കുക, നല്ല മന്ത്രങ്ങൾ, ഓം നമ ശിവായ എന്ന് പറയുന്നതൊക്കെ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ, അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ നമ തുടങ്ങിയിട്ടുള്ള മന്ത്രങ്ങളൊക്കെ നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മന്ത്രമാണ്. എത്ര സമയം വേണമെങ്കിൽ നമുക്കത് ജപിക്കാൻ പറ്റുന്ന മന്ത്രങ്ങളാണ്. അത്തരത്തിലുള്ള മന്ത്രങ്ങൾ എടുത്ത് ജപിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ന്യൂറോൺസ് വർക്ക് ചെയ്യാൻ തുടങ്ങും, എനർജി ഫ്ലോ കൂടാൻ തുടങ്ങും, നിങ്ങളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. നിങ്ങൾ സ്ട്രെസ് മൂലം, ഡിപ്രഷൻ മൂലം നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് നിങ്ങളുടെ ഹോർമോൺസ് ബാലൻസ്ഡ് ആവാൻ തുടങ്ങിയിട്ട് ഒരുപാട് ഗുണങ്ങൾ വരും. ഈ മാറ്റങ്ങളെല്ലാം ശരീരത്തിനും മനസ്സിനും വന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലോട്ട് കാലെടുത്ത് വെക്കൂ, നിങ്ങൾക്ക് സുഖകരമായി പോകാം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന് മുന്നിൽ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി പോയി നിന്ന് കഴിഞ്ഞാൽ ദൈവം പറയും, ഞാനല്ല നിനക്ക് പ്രശ്നങ്ങളൊന്നും തന്നെ, നീ ആയിട്ട് നിൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് നിൻ്റെ ഇഷ്ടത്തിന് നീ ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് നമ്മളതിൽ ഉത്തരം ഉണ്ടാവില്ല. കാരണം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാറ്റാനാണ് ദൈവമെന്ന് നമ്മളെ പറഞ്ഞ് പറ്റിച്ചു. ഈ പറഞ്ഞ ആളുകളുണ്ടല്ലോ, നമ്മൾ പറഞ്ഞ് പറ്റിച്ച ആളുകളുണ്ടല്ലോ, അവരുടെ പ്രശ്നം മാറ്റിക്കൊടുത്തോ? ഇല്ല. അവരെ പറഞ്ഞ ആളുകളുടെ പ്രശ്നം മാറ്റിക്കൊടുത്തോ? ഇല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പ്രശ്നങ്ങൾ മാറ്റിക്കൊടുത്ത ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റില്ല. ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന വെച്ച് കോൺഫിഡൻ്റ് ആയിട്ട് ഒരു കാര്യങ്ങൾ ചെയ്ത ആളുകളുടെ പ്രശ്നം മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി പ്ലസ് എഫർട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കഷ്ടപ്പെടാൻ തയ്യാറാവണം. എന്തിനാണ് സ്പിരിച്വാലിറ്റി? ചെയ്യുന്ന ജോലിയിൽ നെഗറ്റീവ് ആവാതിരിക്കാൻ, നല്ല എനർജി വരാൻ, നമുക്ക് പുറത്തുനിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ബാലൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പൈസ മുടക്കില്ലാതെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന എനർജിയാണ് സ്പിരിച്വൽ എനർജി. അതിൻ്റെ ഒപ്പം തന്നെ ജോലിയും കൂടി ചെയ്യണം. അപ്പോൾ ആ സ്പിരിച്വൽ എനർജി പോസിറ്റീവായിട്ട് ആരാണോ ജോലി ചെയ്യുന്നത്, പോസിറ്റീവായിട്ട് ആരാണോ വർക്ക് ചെയ്യുന്നത്, അവൻ്റെ പുറകെ സക്സസ് ഉണ്ട്. ആ സക്സസ്സിന് തടസ്സം നിൽക്കുന്ന നെഗറ്റീവായ ഇഷ്യൂസിനെ മറികടക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് സ്പിരിച്വൽ എനർജി കണക്ട് ചെയ്യേണ്ടത്. അല്ല സ്പിരിച്വാലിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ആരും ഒന്നും കൊണ്ടുതരാൻ പോകുന്നില്ല.